ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലായിരിക്കുന്നത് ഒരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇങ്ങനെയാണ്. ഒരുപാട് വിഷയങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാലാ ബിഷപ്പിനെതിരെ ഇമാം കൗൺസിൽ കേസ് ഫയൽ ചെയ്തു എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മുടെ ഒരു സിനിമ നടൻ ജോർജ് തന്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ സിനിമാ ലോകമായ യാത്രയിൽ പ്രത്യേകിച്ച് വൈറ്റ്ല ജംഗ്ഷനിൽ വെച്ച് രാഷ്ട്രീയ പാർട്ടികള് പ്രതിരോധിക്കാനായി റോഡ് നിർത്തിയപ്പോൾ മണിക്കൂർ നീണ്ടപ്പം ജോർജ് എന്ന സിനിമാ നടന്റെ ഉള്ളിലുള്ള വേദന അല്ലെങ്കിൽ ഒരു പ്രതികരണം നമ്മൾ കേട്ടു. ഇങ്ങനെ ടോട്ടലി എല്ലാ സ്ഥലങ്ങളും പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് G20 ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി റോമിലേക്ക് നമ്മുടെ മോദിജി, നമ്മുടെ പ്രധാനമന്ത്രി യാത്ര ചെയ്ത് ആ G20 ആ ഉച്ചകോടിയിലേക്ക് പങ്കെടുക്കുന്നതിനേക്ക് മുമ്പ് കത്തോലിക്ക സഭയുടെ പരമോന്നത അധികാരിയായ നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാനായി പോവുകയും അവര് ആകെ 15 മിനിറ്റാണ് അവർ സമയമെടുത്തത്. പക്ഷെ ഏകദേശം 1.5 മണിക്കൂർ സമയം അഭിമുഖമായിരുന്ന് ചർച്ച ചെയ്യുകയുണ്ടായി. ഒരുപാട് വിശ്വാസികൾക്ക് അത് വളരെ സന്തോഷമായി. ഇന്ത്യക്ക് തന്നെ ഒരുപാട് ഒരു ആത്മവിശ്വാസമായി. പക്ഷെ ഇതൊക്കെ ദുരുപയോഗിച്ചുകൊണ്ട് ആ വാക്കുകൾ പല വിധത്തിലും ഭാവത്തിലും പല പത്രങ്ങളിലൂടെയും, അത് മാതൃഭൂമി ആയിക്കോട്ടെ, മനോരമ ആയിക്കോട്ടെ, മറ്റേത് പത്രങ്ങളാണെങ്കിലും ശരി, ഒരു വ്യത്യസ്ത രൂപത്തിലൊക്കെ വാർത്തകൾ ഇതിൽ കടന്നു വന്നു എന്തോട്ടെ. പക്ഷെ ഇതില് ചില ചാനലുകൾ ഇത് അന്ത്യ ചർച്ചയായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവിനെ കുറിച്ച് പറയുകയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പയും ക്രിസംഗിയായി മാറിയോ എന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഒരു വിഭാഗം കുറച്ച് വ്യക്തികള്, പുറമെയുള്ളവരല്ല ഉള്ളിലുള്ളവർ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ത്യ പ്രവാചകനാണെന്നും അല്ലെങ്കിൽ സഭയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്ന വ്യക്തിയാണെന്നും പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് നാളുകളായി അത് അവർ ചലിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ സോഷ്യൽ മീഡിയകളും അല്ലെങ്കിൽ പല വിധത്തിലും എന്താ പറയാ പച്ചാമാമ അങ്ങനെ പല സംഭവങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ സഭയെ നശിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ അന്ത്യപ്രവാചകനാണ്, അന്ത്യക്രിസ്തു ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ത്യയിലേക്ക് കടന്നു വരുന്നത്. ഇപ്പം ഫ്രാൻസിസ് മാർപ്പാപ്പ വരുന്നത് ക്രിസംഖ്യ ആയിക്കൊണ്ട് തന്നെയാണ്. ഏതോ വലിയൊരു വിഭാഗത്തെ തോൽപ്പിക്കാൻ വേണ്ടി കൂട്ടുപിടിക്കാനാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കടന്നു വരുന്നതായിട്ട് വേറൊരു വിഭാഗം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് വേറൊരു പണിയും ഇല്ല എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ, വിശുദ്ധ ബൈബിളിൽ പറയുന്നു, നിങ്ങളുടെ ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ നിങ്ങൾക്ക് വിവേചിച്ച് അറിയാനുള്ള കഴിവുകളൊക്കെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് ദുരിതങ്ങളും അല്ലെങ്കിൽ യുദ്ധങ്ങൾ അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭങ്ങള് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ ദുരിതങ്ങളും പ്രശ്നങ്ങളും അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിന്റെ പ്രശ്നങ്ങൾ, ആ പ്രശ്നം, ഈ പ്രശ്നം, ഇല്ലെങ്കിൽ രോഗങ്ങള്, ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വന്നു പോകുമ്പം ഇതിനെ പ്രതിരോധിക്കാനും ഒരുമയോടെ നിൽക്കാനും ഇത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്താ പറയാ പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില കൂടിക്കൊണ്ട് അല്ലെങ്കിൽ ജനത്തിന് ജീവിക്കാൻ തന്നെ പറ്റാത്ത തരത്തില് GST അല്ലെങ്കിൽ പല വിധത്തിലും കൂടിയിട്ട് എന്ത് ചെയ്യണമെന്ന് പോലും പറ്റാതെ ഏകദേശം 2 വർഷമായി ഈ ഇന്ത്യയില് അല്ലെങ്കിൽ കൊച്ചു കേരളത്തില് ഒക്കെ ലോകമൊട്ടുമുണ്ട്, ഞാനിപ്പോ ഇന്ത്യയെ ഫോക്കസ് ചെയ്ത് പറയുന്നത് മാത്രം, 2 വർഷത്തിലധികമായി നേരെ ചൊവ്വേ ഒന്ന് നിവർന്നു നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോണുകൾ എടുത്തുകൊണ്ടും ഭവനം പണി പൂർത്തിയാക്കാനും അല്ലെങ്കിൽ പൂർത്തിയാക്കാതിരിക്കുന്ന ലോൺ അല്ലെങ്കിൽ വണ്ടികൾ, ടാക്സ്, ഇൻഷുറൻസ്, അങ്ങനെ ഒന്നും വേണ്ട എല്ലാ മേഖലകളും സ്തംഭിച്ച് എന്ത് ചെയ്യണം പോലും പറ്റാത്ത തരത്തിൽ വേദനിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കാലഘട്ടത്തില് ദൈവത്തെ വിളിക്കാനോ ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് മനസ്സിലാക്കിയെടുക്കാനോ ഒരുമയോടെ നിന്നുകൊണ്ട് ഈ ഭാരതത്തെ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ പടുത്ത് ഉയർത്താൻ വേണ്ടി ചിന്തിക്കാതെ എങ്ങനെ ഈ ഭാരതത്തെ നശിപ്പിക്കാം, എങ്ങനെ മനുഷ്യ ബന്ധങ്ങൾ ഇല്ലാതാക്കി മാറ്റാം എന്ന് ചിന്തിച്ചുകൊണ്ട് മനുഷ്യൻ വ്യഗ്രതയിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ ഇന്ന് പ്രത്യേക അവസ്ഥ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചെറിയ നിസ്സാര പ്രശ്നം വന്നപ്പോഴേ പാലാ ബിഷപ്പ് തന്റെ ഇടയ മക്കളോട് അല്ലെങ്കിൽ തന്റെ ജനത്തോട് ഇടവക പള്ളിയിലെ പറയുകയാണ് തന്റെ മക്കളെ കുറിച്ച് സുരക്ഷിതരായിരിക്കുക എന്ന് പറഞ്ഞ ഒരു ചെറിയ വാക്കെടുത്തുകൊണ്ട് ഇന്ന് കേരളത്തിലും ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരെ വലിയ ചർച്ച വിഷയമായി മാറി.
ആ മാതാപിതാവ് മാപ്പ് പറഞ്ഞു. എന്നാ മാപ്പ് പറഞ്ഞു? അത്രയും എന്നെ എന്ത് കുറ്റാണ് ശരിക്കും പിതാവ് ചെയ്തിട്ടുള്ളത്? ഈ എന്നാ പറയാ, ഒരു ചെറിയ ജിഹാദ് എന്നൊരു വാക്കിന്റെ ഇതുമായിട്ട് ഇപ്പൊ ഇമാം കൗൺസിൽ അതിനെതിരെ കേസ് കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ സൊല്യൂഷനല്ല കണ്ടെത്തുന്നത്. ഇനി അടുത്ത് അതിനെതിരെ കേസ് വരുമ്പോൾ അടുത്ത വിഭാഗം സ്ട്രോങ് ആയി നിൽക്കുന്നു. ഇത് ഗവൺമെന്റുകൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, മത മേലധ്യക്ഷന്മാർ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഈ കാലഘട്ടത്തിന്റെ അതായത് സാത്താന്റെ വലിയ തന്ത്രങ്ങളാ ഈ ഭൂമിയെ നശിപ്പിക്കാൻ, മാനവ കുലത്തെ നശിപ്പിക്കാൻ വേണ്ടി സാത്താൻ വ്യത്യസ്തമായ തന്ത്രങ്ങള്. അത് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്. വെളിപാട് ദിവസം 12:12 വ്യക്തമായി പറയുന്നു, സ്വർഗമേ ആകാശമേ അത് വസിക്കുന്നവരെ നിങ്ങൾ ആനന്ദത്തെ ആഹ്ലാദിച്ചോ, ഭൂമിയെ സമുദ്രമേ അതിൽ വസിക്കുന്നവർ ഇതാ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ കാലമെന്ന് അവശേഷിച്ചുകൊണ്ട് കലി പൂണ്ട സാത്താൻ ഇറങ്ങിയിട്ടുണ്ട്. അത് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ ബന്ധങ്ങളെ നശിപ്പിക്കാൻ, കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കാൻ, സാമുദായിക ബന്ധങ്ങളെ നശിപ്പിക്കുവാൻ, കൂട്ടായ്മയെ തകർക്കാൻ വേണ്ടി അതിർത്തികളിലും അല്ലെങ്കിൽ രോഗങ്ങളും പല വിധത്തിലും മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്ന് പോലും പറ്റാത്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ പോലും ഇന്ന് സാത്താന്റെ വളരെ ശക്തമായ കരങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അത് ആരുടെയാണേലും ശരി, ഒരു ചെറിയ പ്രശ്നങ്ങൾ കിട്ടുമ്പോഴും അതിങ്ങനെ അന്ത്യചർച്ചകളും ഈ മീഡിയയിലുകളും ലോകം മുഴുവൻ എന്നാ പറയാ വേറൊരു കാര്യമില്ല. നമ്മുടെ വയറിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക, നമ്മള് വയറ് നിറഞ്ഞിരിക്കപ്പം വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ചില ഗ്രാമങ്ങളൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലേ, ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അവർക്ക് വേറെ ജോലികളൊന്നും ഇല്ല. അവർ ജോലി കഴിഞ്ഞാൽ അവരെ വീട് കൂത്തിരിക്കും. അപ്പൊ ആ ഗ്രാമത്തിലൂടെ ആരെങ്കിലും ഒരാൾ നടന്നു പോയാൽ അവർ ചോദിക്കും, എന്തിനാണോ ഒരാളൊരു പുതുമുഖത്തെ കാണുന്നുണ്ട്, അല്ല എന്താണോ പോകുന്നത്, എന്നാ പാന്റും ഷർട്ടൊക്കെ ഇട്ടപ്പോൾ പോക്ക് കണ്ടില്ലേ, കയ്യിലൊരു ബാഗൊക്കെ കണ്ടില്ലേ, എന്തോ ഒരു പ്രശ്നമുണ്ട് അല്ലേ മറിയ, പ്രശ്നമുണ്ടോ? അപ്പൊ അപ്പുറത്തെ ഫാത്തിമ ആടെ എന്തോ പ്രശ്നമുണ്ട്. ഇങ്ങനെ എന്നാ പറയാൻ അവർക്ക് വേറെ വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴോ ഇങ്ങനെ ചർച്ച ചെയ്ത് ഒരു ബന്ധമില്ലാത്ത വിഷയമായിരിക്കും ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും. എന്നാൽ ടൗണിൽ ആർക്കെങ്കിലും അന്വേഷിക്കാൻ നേരമുണ്ടോ? ആരെങ്കിലും മുന്നിൽ കൂടെ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ട്. ഇതേപോലെ അവസ്ഥയായി ഇപ്പൊ ഒരു പണിയില്ലാതിരിക്കുന്ന അവസ്ഥ പോലെയാണ്. ചെറിയ നിസ്സാര കാരണങ്ങൾ കിട്ടുമ്പോഴും ഈ നിസ്സാര കാര്യങ്ങളെ ഇങ്ങനെ പർവ്വതം പോലെ അങ്ങ് വലുതാക്കി ഈ സാമുദായിക ബന്ധങ്ങളെ നശിപ്പിച്ച് ക്രിസംഗികളെന്നും അല്ലെങ്കിൽ എന്താ പറയാ ആ പാർട്ടിയുടെ കൂട്ടുപിടിച്ചും ഈ പാർട്ടിയെ കൂട്ടുപിടിച്ചുകൊണ്ടും ഇതാ ജനത്തെ നശിപ്പിച്ചുകൊണ്ട് എന്നാ പറയാ ഈ ഒരു പ്രത്യേക ഫ്രാൻസിസ് മാർപ്പാപ്പ പാവം കുറെ നാളുകളായി ഈ ഭാരതത്തിലേക്ക് എന്ന് പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ശ്രീലങ്കയിലും ബംഗ്ലാദേശിലും മ്യാൻമാറിലൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ഒന്ന് കാണാൻ വേണ്ടി ഫ്രാൻസിസ് മാർപ്പാപ്പ കുറെ നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ശരി, ഇപ്പൊ നല്ലൊരു അവസരം വന്നിരിക്കുക. അപ്പൊ 2022 മാർപ്പാപ്പയ്ക്ക് ഒന്ന് വരാൻ ഒരു ചെറിയൊരു അവസരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അത് സന്തോഷിക്കാൻ വേണ്ടത്. പ്രത്യേകിച്ച് സഭയുടെ ഒരു അധ്യക്ഷൻ അല്ലെങ്കിൽ റോമിന്റെ ഭരണാധികാരി ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് സന്തോഷിക്കുന്ന പകരം അതിന് ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഉള്ളിലുള്ളവരും പുറമേയുള്ളവരും, ഞാൻ ആരെങ്കിലും ഉള്ളിലുള്ളവർ പറയുന്നു അന്തിക്രിസ്തു എന്ന് പറയുന്നു, ഇനി പുറമേയുള്ളവർ വേറെ രൂപത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുരുക്കം പറയുകയാണെങ്കിൽ സമാധാനം കൊണ്ടുവരാൻ ശ്രമിക്കുന്നവരെ മുഴുവൻ കരിതേച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ മുഴുവൻ തീവ്രവാദികളെന്ന് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രതികരിക്കുന്നവരെ മുഴുവൻ പല വിധത്തിലും കണ്ടുകൊണ്ട് ഇന്ന് ജനം മുഴുവൻ എന്തിനോ ഒക്കെ വേണ്ടി വ്യഗ്രതയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, ദൈവസന്നിധിയിലെ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ തുടക്കം പറഞ്ഞു, ഞാനും കുറച്ച് ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ പറഞ്ഞ ഒരുപാട് വ്യഗ്രതകളും പ്രശ്നം വന്നപ്പോൾ ഞാൻ ഒരു 4 ദിവസം ഒന്ന് മാറി വേളാങ്കണ്ണിയിൽ ചെന്നിരിക്കാൻ പോയി. ഒരു 4 ദിവസം അവിടെ ചെന്ന് ഒറ്റയ്ക്ക് ഇരുന്ന് എന്നെ കുറിച്ചൊന്ന് വിലയിരുത്താൻ വേണ്ടി ഞാൻ പോയി. ഞാൻ ആരാന്ന് അറിയാൻ വേണ്ടി, എന്റെ ദൗത്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചെന്നിരുന്നു. ഒരു 4 ദിവസം ഇരുന്നപ്പോൾ തന്നെ ഒരുപാട് സന്തോഷം തോന്നി. പക്ഷെ അവിടെ ചെന്നിരുന്നപ്പോൾ വേറെ സംഭവം എന്താ വെച്ചെങ്കിലേ, എനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യം എന്താ വെച്ചെങ്കിൽ അവിടെ ഞാൻ മുട്ടുമ്മ ഇഴഞ്ഞു വരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഏകദേശം 1 കിലോമീറ്റർ ദൂരമുണ്ട് മാതാക്കുളത്തിലേക്ക് മുട്ടുമ്മ ഇഴഞ്ഞു വരുന്നത്. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എടുത്ത് ഓടി എന്ന് പറയാണ്, ഞാൻ ചെറുപ്പക്കാരൻ സംസാരിച്ചു ഇങ്ങനെ. ആ ചെറുപ്പക്കാരൻ പറയാണ്, എന്നാ പേര്, ഞാൻ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ പറയാണ്, നിങ്ങൾ മീഡിയ ആണെങ്കിൽ ഒരു കാര്യം പറയാമോ, ഞാൻ ഇങ്ങനെ 2-3 ദിവസം പ്രാർത്ഥിക്കാനായിട്ട് വന്നാണ്, ഇങ്ങനെ മുട്ടുമ്പോ ഇഴഞ്ഞ് ഇങ്ങനെ കഷ്ടപ്പെട്ട് വരുന്ന സമയത്താണ് ഒരുത്തം വന്നിട്ട് എന്നെ പിടിച്ച് അവിടെ എന്താ പറയാ ഈ താലിമാല അല്ലെങ്കിൽ ഈ കുട്ടികളെ ഉണ്ടാവാനുള്ള
എന്താ പറയാ ഒരു കെട്ടി ടവലൊക്കെ കെട്ടിയുള്ള സംഭവം, ഇതൊക്കെ ഇങ്ങനെയുള്ള കച്ചവടങ്ങൾ മുഴുവൻ വേളാങ്കണ്ണി അടിച്ചു ഓടിപ്പിക്കണം. ഞങ്ങളുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വേളാങ്കണ്ണി ഓഫീസിൽ ചെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാൻ മീഡിയ താങ്കളൊന്ന് പ്രതികരിക്കാൻ പറ്റുമോ? ഞാൻ ഇപ്പൊ ഷൂട്ട് അതൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ സത്യത്തിൽ എന്താണ് ശരിക്കും റിയൽ ആത്മീയത എന്ന് പറയുന്നത്? ഒട്ടുമ്പോൾ എഴുതുന്നതാണ് ആത്മീയത. ഇല്ലെങ്കിൽ ഇപ്പൊ 4 ദിവസം ഞാൻ അവിടെ ഭക്ഷണമില്ലാതിരിക്കുന്നതാണ് ആത്മീയത എന്ന് പറയുന്നത്. ആത്മീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളെ കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അത് എല്ലാ ദിവസവും ഡെയിലി റൊട്ടീനില് നമ്മൾ കൊണ്ടുപോകുന്നതാണ് ആത്മീയത എന്ന് പറഞ്ഞത്. പർട്ടിക്കുലർ 25 നോമ്പ് വരുമ്പോൾ 50 നോമ്പ് വരുന്ന നോമ്പും 8 നോമ്പ് വരുമ്പോൾ മാത്രം ഞാൻ ഉപവസിച്ചിരിക്കില്ല ആത്മീയത എന്ന് പറഞ്ഞത്. എന്റെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഒരുപോലെ ഞാൻ അത് മാനേജ് ചെയ്യാൻ എനിക്ക് പറ്റണം. അപ്പൊ ആത്മീയത അർത്ഥമൊന്നും അറിയാതെ ചുമ്മാ അങ്ങനെ പല വിധത്തിലും എന്താ പറയാ കുറെ ഭക്താഭ്യാസങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോഴും, അല്ലെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രീയത്തിലാണേലും മത മേഖലകളാണേലും ഒക്കെ മനുഷ്യൻ മുഴുവൻ ഒരു വ്യത്യസ്ത മേഖലയോടെ കടന്നു പോവാം. നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ് കേട്ടോ. ചിലപ്പോൾ ഇന്റർസെക്ഷൻ ഫോർ ഇന്ത്യ എന്ന് പറഞ്ഞ ജപമാല ഗ്രൂപ്പ് ദിവസം 1,00,000 ജപമാല, ദിവസം 1,00,000 ജപമാല ചൊല്ലവും, ഒപ്പം തന്നെ 138 കോടി നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലാൻ വേണ്ടി ഏകദേശം 40 കോടി ആവാനാണ് പോകുന്നത്. ഒരുമിച്ച് ചൊല്ലി അത് ഈ പിശാചിന്റെ ഗൂഢതന്ത്രങ്ങളെ അതങ്ങ് എടുത്ത് മാറ്റണം. നമ്മൾ ഒരുമിച്ച് കൈപിടിച്ച് നിൽക്കണം. ഈ സാമുദായിക സ്നേഹത്തെ നശിപ്പിക്കുന്ന, അല്ലെങ്കിൽ കുടുംബ സ്നേഹങ്ങളെ നശിപ്പിക്കുന്ന പിശാചിന്റെ കുടില തന്ത്രങ്ങളെ തകർക്കണം. ഒരുമിച്ച് കൈപിടിച്ച് നമ്മുടെ ഭാരതത്തെ, നമ്മുടെ കൊച്ചു കേരളത്തെ, നമ്മുടെ കുടുംബങ്ങളെ രക്ഷിക്കണം. ആമേൻ.